കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ 10-15 വർഷക്കാലമായി കേരളത്തിലെ ഓരോ തെരഞ്ഞെടുപ്പുകളും നാം പരിശോധിച്ച് നോക്ക്. ആ തെരഞ്ഞെടുപ്പുകളെല്ലാം നിർണ്ണയിക്കപ്പെടുന്നത് കേരളത്തിലെ സംഘടിതമായിട്ടുള്ള മുസ്ലിം രാഷ്ട്രീയത്തെ ആർക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം നിർണ്ണയിക്കപ്പെടുന്നത്. അങ്ങനെ ആ സമൂഹത്തിൻ്റെ സ്വാധീനം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി ഓരോ സന്ദർഭത്തിലും ഈ രണ്ട് പാർട്ടികളും സ്വീകരിക്കുന്ന നിലപാട് ആ സമൂഹത്തിലെ ഏറ്റവും തീവ്രമായി ചിന്തിക്കുന്ന ആളുകളുടെയും സംഘടനയെയും കൂടെ നിർത്താൻ വേണ്ടി പരിശ്രമിക്കുക. അതിന്ന് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ ഇന്നലെ SDP ആണ്. അപ്പോൾ തരാതരം പോലെ നേരത്തെ ISSനെ കൂടെ കൂട്ടിയിരുന്നു, അതിനു മുമ്പ് PDPയെ കൂടെ കൂട്ടിയിരുന്നു. ഇപ്പോൾ PDP എന്ന് പറയുന്ന പാർട്ടിയുണ്ട്. ഇന്നിപ്പോൾ PDPക്ക് വലിയ സ്വാധീനമില്ലെങ്കിലും അത് കേരളത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ മുസ്ലിം സമൂഹത്തെ ഒരു തീവ്രവാദ നിലപാടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഒരു സംഘടനയുടെ ഭാഗമാണല്ലോ PDP. ആ PDPയെ കേരളത്തിൽ UDF ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, LDF ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ചില തെരഞ്ഞെടുപ്പിൽ PDP കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു, ചില തെരഞ്ഞെടുപ്പിൽ PDP CPMൻ്റെ കൂടെയായിരുന്നു. ഇനി ജമാഅത്തെ ഇസ്ലാമി ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു. ഇന്നലകൾ ജമാഅത്തെ ഇസ്ലാമി ആരുടെ കൂടെയായിരുന്നു? കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ചും 2020 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി CPMൻ്റെ കൂടെയായിരുന്നു എന്ന് മലബാറിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. ജമാഅത്തെ ഇസ്ലാമി തന്നെ ആ കാര്യം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതെന്ന് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. SDP ചില ഘട്ടങ്ങളിൽ CPMനെ സഹായിക്കുന്നു, ചില ഘട്ടങ്ങളിൽ കോൺഗ്രസിനെ സഹായിക്കുന്നു. SDP കോൺഗ്രസിനെ സഹായിച്ച തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ SDP ബോധപൂർവം CPMനെ സഹായിക്കുന്ന ഒരു നിലപാട് കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ട്. എത്രയോ പഞ്ചായത്തുകൾ നമുക്ക് വേണമെങ്കിൽ ഉദാഹരിച്ച് പറയാൻ വേണ്ടി സാധിക്കും. SDP സ്ട്രാറ്റജിക്കൽ വോട്ട് ചെയ്തുകൊണ്ട് LDFന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ധാരാളം പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട്.